വേണുവിന് 3-ലധികം തവണ പക്ഷാഘാതം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൾട്ടിപ്പിൾ സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻ്റാണ്. മൾട്ടിപ്പിൾ സ്ട്രോക്ക് ഉണ്ടായ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്നൊരു കാർഡിയാക് അറസ്റ്റ് വരികയും ആ കാർഡിയാക് അറസ്റ്റ്, അദ്ദേഹത്തിന് ഹൈ പ്രഷറുണ്ട്, അദ്ദേഹം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്, പക്ഷാഘാതത്തിൻ്റെ പേരിൽ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹത്തെ ചവറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ചവറ ഹോസ്പിറ്റൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ്, അവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങളില്ല. അതിനുശേഷം കൊല്ലം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കാത്ത് ലാബ് ഉണ്ട്. പക്ഷേ അവിടെ എന്താണ് ആൻജിയോഗ്രാം ചെയ്യാതിരുന്നതിൻ്റെ കാര്യം, ഈ മൾട്ടിപ്പിൾ സ്ട്രോക്ക് വന്നയാളായതുകൊണ്ട് തന്നെ അത് റിസ്ക് ആണ് എന്നവർക്ക് ബോധ്യമായി. കാരണം നോക്കിയപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ അളവടക്കം അവിടെ കൂടുതലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേട്ടറിവ് മാത്രമാണ്, നേരിട്ട് ഡോക്ടർമാരുമായി സംസാരിച്ചിട്ടില്ല. പക്ഷേ കൊല്ലത്ത് വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. റിസ്ക് കണ്ടീഷനാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ, അതിൽ പക്ഷാഘാതത്തിൻ്റെ എലമെൻറ്റ് കണ്ടതുകൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. മെഡിക്കൽ കോളേജിൽ 31-ാം തീയതി സ്ട്രോക്ക് വന്ന 31-ാം തീയതി കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച വേണുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ്. മെഡിക്കൽ കോളേജിൽ എത്തുന്നു. മെഡിക്കൽ കോളേജിൽ 1-ാം തീയതി വൈകുന്നേരം 7 മണിക്കോ മറ്റുമാണ് എത്തുന്നത്. 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അപ്പോഴേക്കും 24 മണിക്കൂർ പിന്നിട്ടിരുന്നു. നേരിട്ട് പ്രവേശിപ്പിക്കുന്നത് കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. കാഷ്വാലിറ്റിയിൽ നിന്ന് എമർജൻസി മെഡിസിനിൽ കൊണ്ടുപോകുന്നു. എമർജൻസി മെഡിസിനിൽ എത്തിയതിനു ശേഷം കാർഡിയോളജി വിദഗ്ധൻ തന്നെ വന്ന് നേരിട്ട് പരിശോധിക്കുന്നു. ECG എടുത്തു. എല്ലാവിധമായിട്ടുള്ള പരിശോധനകൾ നടത്തി. ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുതലാണ്. ക്രിയാറ്റിൻ ലെവൽ ഉയർന്നിരിക്കുന്ന കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാണ്, അഥവാ അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ ആൻജിയോഗ്രാം നിർദ്ദേശിക്കില്ല. അതാണ് പ്രോട്ടോകോൾ. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പ്രോട്ടോക്കോളിൻ്റെ സമയം കഴിഞ്ഞു പോകുന്നത് കൊണ്ട് അടുത്ത ഓപ്ഷനിലേക്ക് അവർ പോകുന്നു. അത് മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഹെപ്പാരിൻ മെഡിസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ആ സമയത്ത് എമർജൻസി മെഡിസിൻ അഡ്മിറ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി എല്ലാവർക്കും അറിയാം, അവിടെ എത്തുന്ന രോഗികളുടെ അത്ര സംവിധാനം ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല. അത് ഇതുവരെയും സാധ്യമായിട്ടില്ല. അങ്ങനൊരു സാധ്യതയിലേക്കാണ് നമ്മൾ വളരേണ്ടത് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവിടെ മെഡിക്കൽ കോളേജിൻ്റെ എമർജൻസി മെഡിസിൻ്റെ വാർഡിൽ, ആ 28-ാമത്തെ വാർഡിൽ പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ പോയാലും നിങ്ങൾക്ക് കാണാം, അവിടെ തറയിൽ പേഷ്യൻസ് ഇരിപ്പുണ്ടാവും, തറയിൽ പേഷ്യൻസ് കിടപ്പുണ്ടാവും. കാരണം അതെന്താ? അത് അഡ്മിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അഡ്മിഷൻ വാർഡാണ്. ആ അഡ്മിഷൻ വാർഡിൽ നിന്നാണ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ബ്ലോക്കുകളിലേക്ക് പോകുന്നത്. അതായത് 1-ാം തീയതി മെഡിക്കൽ കോളേജിൻ്റെ അഡ്മിഷൻ വാർഡിലേക്ക് പോകുമ്പോൾ വേണുവിനെ പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളും 28-ാമത്തെ വാർഡിലുണ്ട്. ആ ദിവസം അദ്ദേഹത്തിന് ബെഡ് കിട്ടിയില്ല എന്ന വാദം ശരിയാണ്, 100% ശരിയാണ്. കാരണം അവിടെ ഏത് സമയത്ത് പോയാലും അതാണ് അവസ്ഥ. കാരണം അത്രയും അധികം രോഗികൾ ഈ എമർജൻസി മെഡിസിൻ്റെ അഡ്മിഷൻ വാർഡിൽ എത്തുന്നു എന്നതാണ് വാസ്തവം. അവിടെ നിന്നും 2-ാം തീയതി കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബെഡ് കിട്ടുന്നുണ്ട്, ഈ ഹെപ്പാരിൻ എന്ന മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചിരുന്നുവെന്ന് ഡോക്ടർ സിബുവിൻ്റെ യൂണിറ്റാണ് ഇവിടെ ഈ പരിശോധന നടത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരും പറയുന്നുണ്ട്. അതിനുശേഷം 3, 4, 5 ഈ 3-4 ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നില്ല. 5-ാം തീയതി ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് എന്താണ്? മൾട്ടിപ്പിൾ സ്ട്രോക്കാണ് അനുഭവപ്പെടുന്നത്. 1-ലധികം തവണ ഹൃദയാഘാതം സംഭവിക്കുന്നു. മൾട്ടിപ്പിൾ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഈ വേണുവിനെ വളരെ പെട്ടെന്ന് ICUവിലേക്ക് കൊണ്ടുപോകുന്നു. വെന്റിലേറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വേണുവിന് രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്.